ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ന്യൂസ് ചാനലുകൾ കണ്ടാലും ഒരു വാർത്തയാണ് എല്ലായിടത്തും കാണുന്നത്. 20,000-ന് മുകളിൽ കാശായി കടം വാങ്ങിയാൽ പിഴ, ഇനി സുഹൃത്തിൽ നിന്ന് പണം വാങ്ങിയാലും പണി കിട്ടും, പുതിയ നിയമം വന്നു. ഇങ്ങനെ തലക്കെട്ടുകൾ കണ്ടിട്ട് പലരും ശരിക്കും പേടിച്ചിട്ടുണ്ട്. ചിലർ ചിന്തിക്കുന്നത് ഇനി സുഹൃത്തിൽ നിന്ന് പണം തന്നാലും വാങ്ങാൻ പറ്റില്ല എന്നാണ്. ചിലർ കരുതുന്നത് ഇൻകം ടാക്സ് വകുപ്പ് ഓരോ ക്യാഷ് ഇടപാടും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ സത്യം എന്താണ്? ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ട്? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ വാർത്ത പൂർണ്ണമായും വ്യാജമല്ല. പക്ഷേ ഇത് അവതരിപ്പിക്കുന്ന രീതിയിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന് തോന്നുന്നത് നാളെ മുതൽ ആരെങ്കിലും 20,000 രൂപ ക്യാഷായി തന്നാൽ ഉടനെ ഇൻകം ടാക്സ് നോട്ടീസ് വരും എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇത് ഒരു പുതിയ നിയമമല്ല, 2025-ൽ വന്ന നിയമമല്ല, ഒരുപാട് വർഷങ്ങളായി നിലവിലുള്ള ഒരു നിയമമാണ്. അതായത് വാർത്ത കണ്ടിട്ട് ഇന്നലെയാണ് ഈ നിയമം വന്നത് എന്ന് കരുതേണ്ട. ഇനി നിയമം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 269SS എന്ന വകുപ്പാണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത്. പൊതുവെ വലിയ തുകയുടെ വായ്പാ ഇടപാടുകൾ ക്യാഷായി ചെയ്യുന്നതിന് പകരം ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് നിയമത്തിന്റെ ഉദ്ദേശം. എന്തുകൊണ്ടെന്നാൽ 1,00,000 രൂപ ഒരാളിൽ നിന്നും ക്യാഷായി മറ്റൊരാളിലേക്ക് പോയാൽ അതിന്റെ രേഖ എവിടെയും ഉണ്ടാകില്ല. പക്ഷേ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതിന്റെ വ്യക്തമായ രേഖ അവിടെ ഉണ്ടാകും. നിങ്ങൾ സാധാരണ UPI ചെയ്താലും രേഖയുണ്ടാകും, NEFT ചെയ്താലും ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താലും ആ രേഖ അവിടെ ഉണ്ടാകും. ഇതാണ് സർക്കാരിന്റെ ഈ നിയമം കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ ചില വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ 25,000 രൂപ കൈമാറിയാൽ ഉടനെ ഇൻകം ടാക്സ് നമ്മളുടെ വീട്ടിലെത്തും എന്നാണ്. അത് യാഥാർത്ഥ്യമല്ല. കാരണം ഇന്ത്യയിൽ ദിവസവും ലക്ഷക്കണക്കിന് ക്യാഷ് ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇൻകം ടാക്സ് വകുപ്പ് ഓരോ വ്യക്തിയുടെയും വീട്ടിൽ ക്യാമറ വെച്ച് നോക്കുന്നില്ല. സാധാരണയായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ വലിയ തുക ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ, ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത്, വരുമാനവും ചിലവും തമ്മിൽ വലിയ പൊരുത്തക്കേട് കാണുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തിക അന്വേഷണം നടക്കുമ്പോൾ, അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഈ വൈറൽ വീഡിയോ കാണുന്ന പലർക്കും തോന്നുന്നത് സുഹൃത്തുക്കൾ സഹായിക്കാൻ പണം തന്നാലും അത് വാങ്ങാൻ പറ്റില്ല എന്നാണ്. അത് ശരിയല്ല. സുഹൃത്തുക്കൾ സഹായിക്കട്ടെ, അതുപോലെ ബന്ധുക്കളും നമ്മളെ സഹായിക്കട്ടെ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും സുരക്ഷിതമായ മാർഗം ബാങ്ക് ട്രാൻസ്ഫർ തന്നെയാണ്. UPI ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ഉപയോഗിച്ചോ നേരിട്ട് അക്കൗണ്ടിൽ അയക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഇൻകം ടാക്സ് നിയമത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്വന്തം സുരക്ഷയ്ക്കും വേണ്ടിയാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു സുഹൃത്തിന് 1,00,000 രൂപ കടമായി കൊടുത്തു. അയാൾ പിന്നീട് പണം തിരികെ തന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? UPI വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ അയച്ചിരുന്നെങ്കിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ടാകും, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, ആവശ്യമെങ്കിൽ തെളിവായി ഉപയോഗിക്കാം. അതുകൊണ്ട് ഡിജിറ്റൽ ഇടപാടുകൾ നിയമപരമായ സുരക്ഷ മാത്രമല്ല, വ്യക്തിപരമായ സുരക്ഷയും നൽകുന്നു. ഇനി ഇതുപോലുള്ള വാർത്തകൾ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലുമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, വലിയ തുകകളുടെ ഇടപാടുകൾ കഴിയുന്നതും ബാങ്ക് വഴി മാത്രം ചെയ്യുക. അതാണ് സുരക്ഷിതം, അതാണ് പ്രായോഗികം, അതാണ് ഇന്നത്തെ കാലത്തിന് അനുയോജ്യവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വൈറൽ വാർത്തകൾ കണ്ടിട്ട് പേടിക്കേണ്ട. അതിന് പിന്നിലുള്ള സന്ദേശം മനസ്സിലാക്കുക. വലിയ തുകയുടെ ഇടപാടുകൾക്ക് ക്യാഷിനേക്കാൾ ബാങ്ക് ഉപയോഗിക്കുക. ഇതാണ് യഥാർത്ഥ സന്ദേശം. ഈ വാർത്ത കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? കമന്റിൽ അറിയിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.